ഇന്നത്തെ എന്റെ ഇരയാണ് മോഡേൺ സിറ്റി പബ്ലിക് സ്കൂൾ. ഇനി കണ്ടോളൂ എന്റെ കഴിവ്. മുഫ്തി ചന്ത അങ്ങനെ ഒരു പണക്കാരനാകാൻ പോകുന്നു. വരൂ കുട്ടികളെ, നോക്കൂ ആരാണ് വന്നിരിക്കുന്നതെന്ന്. മുഫ്തി ചന്ത ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. വരൂ, നോക്കൂ, വരൂ കുട്ടികളെ, വരൂ. ഇതെല്ലാം കുറച്ച് വില കിട്ടും. വരൂ. ഏതൊക്കെ ഗാഡ്ജറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. അയ്യോ വേണ്ട വേണ്ട, സ്കൂളിലത്തെ ലേറ്റ് ആവുന്നേ. ഏയ് പിനാക്കി കമോൺ, ഒന്ന് രണ്ട് ഗാഡ്ജറ്റ് നോക്കാനുള്ള സമയമൊക്കെ കിട്ടും. ശരി, എല്ലാവരും വരൂ വരൂ, നോക്കൂ. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗാഡ്ജറ്റ്സ് ഇവിടെ ഉണ്ട്. അങ്കിൾ എന്തൊക്കെ ഗാഡ്ജറ്റ് ആണ് താങ്കളുടെ ഉള്ളത്? എന്തൊക്കെ ഗാഡ്ജറ്റ്സ് ഉണ്ടെന്നോ? മുഫ്തി ചന്ദിന്റെ കയ്യിലെല്ലാം ഉണ്ട്. പറയൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണോ? അങ്കിളെങ്കിൽ പിന്നെ അതും തരാം കുട്ടികളെ, തരാം, എല്ലാം തരാം, എല്ലാം തരാം. ഹാപ്പി, നീ എന്തിവിടെ ചെയ്യുന്നേ? പ്ലീസ് എനിക്ക് ഷൈനി ട്രംപറ്റ് ഒന്ന് വാങ്ങി തരുമോ? നോക്കൂ, അതിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അത് ആര് വായിച്ചാലും മധുരമായ പാട്ടായി മാറുമെന്ന്. നോക്കു വിനാക്കി, അയാൾ എന്ത് മധുരമായിട്ടാണത് വായിക്കുന്നത്. ഒന്നും വാങ്ങിച്ചു തരൂ പ്ലീസ്. തരൂന്ന്. എന്താ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് നോക്കൂ, സംസാരിക്കുന്ന റോബോട്ട് ഗോട്ട്. ഈ റോബോട്ട് ഗോട്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും. അത് ശരി, എന്തു പറഞ്ഞാലും ഞാൻ അതെങ്ങനെ വിശ്വസിക്കും? എന്നാ ചോദിച്ചു കാണിക്കൂ. ആഹാ, അതിനെന്താ? റോബോട്ട് ഗോട്ട് അവന് പറഞ്ഞു കൊടുക്കൂ, ജൂണിന് മുമ്പ് ഏത് മാസമാണ് വരുന്നതെന്ന്. ഈ ഗാഡ്ജറ്റ് ഇവിടെ എല്ലായിടത്തും കിട്ടുന്നതാണ്. ഞങ്ങളുടെ ഹോംവർക്ക് ചെയ്യാൻ പറ്റുന്ന വല്ല ഗാഡ്ജറ്റ് ഉണ്ടെങ്കിൽ അത് പറയേ, അപ്പോൾ ഞങ്ങൾ അത് വാങ്ങാം. തീർച്ചയായും മുഫ്തി ചന്ദിന്റെ കയ്യിൽ ഇല്ലാത്തതായി ഒന്നും തന്നെ ഇല്ല. സത്യമായും തരൂ, ഈ പെണ്ണെനിക്ക് തരൂ. ഇതേപോലുള്ള ഗാഡ്ജറ്റ്സ് ഗപ്പ് എന്നും ഉണ്ടാക്കാറുള്ളതാ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കാനും കൊള്ളില്ല. ഇവരാൾക്കാരെ പറ്റിച്ചിട്ടാണ് സാധനങ്ങൾ വെക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, മാജിക്കൽ ഫ്ലവർ. ഇതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പെയിന്റിംഗ് ചെയ്യാം. ഇതാ പിടിച്ചോ. ഗപ്പുവിന് കാണിച്ചു കൊടുക്കാനാണ് എനിക്ക്. അവന്റെ സഹായമില്ലാതെ എനിക്ക് ഗാഡ്ജറ്റ് ഒക്കെ കിട്ടുമെന്നും പിന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. എന്നാ പിന്നെ ശരി. എല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും പണമോ? അങ്ങനെ എന്റെ എല്ലാ ആക്രികളും വിറ്റുപോയി. മുഫ്തി ചന്ത അങ്ങനെ ഒരു പണക്കാരനുമായി. 100, 200, 300, 400. ഇവിടത്തെ എന്റെ ജോലി കഴിഞ്ഞു. ഇനി ഇവിടത്തെ രക്ഷപ്പെടാ. എന്താ ഇവിടെ നടക്കുന്നത്? എല്ലാവരും അവരുടെ സീറ്റിൽ പോയിരിക്കൂ. ഇതെന്തത്? ക്ലാസ് എന്താ പച്ചക്കറി ചന്തയാക്കി മാറ്റിയോ? കുട്ടികളെ, ഞാൻ ഇന്നലെ തന്ന ഹോംവർക്ക് എന്തായി? സേവ് വാട്ടർ എന്ന ടോപ്പിക് പെട്ടെന്ന് കാണിക്കൂ എല്ലാവരും, നല്ല സ്റ്റൈലായിട്ട്. ഇല്ലെങ്കിൽ അതാണ്. സന്തു, നീ ഹോംവർക്ക് ചെയ്തിട്ടില്ലല്ലോ. അതിന് ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ടെൻഷൻ നോട്ട് ചെണ്ടു, അത് ഞാൻ നിമിഷ നേരം കൊണ്ട് ചെയ്യും, അതും ഒറ്റ മിനിറ്റിൽ. എന്റെ ഓട്ടോമാറ്റിക് ഹോംവർക്ക് പെൻ കൊണ്ട്. അയ്യോ, ഈ പെൻ കൊണ്ടെന്താ ഹോംവർക്ക് ചെയ്യാൻ പറ്റാതെ? ഇതിനകത്ത് വെള്ളം മാത്രം വരുന്നുള്ളല്ലോ. എനിക്ക് തോന്നിയത് പ്രവർത്തിക്കാൻ ഇനിയും വെള്ളം വേണ്ടി വരുന്നു. സന്തു മോനെ, മോന്റെ ഹോംവർക്ക് കാണിക്കൂ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇതെന്താ കാണിക്കുന്ന സന്തു? വെള്ളം സേവ് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലാതെ വേസ്റ്റ് ആക്കാനല്ല. എഴുത് പ്ലീസ്. എന്താണ് എഴുതാത്തത്? ഇതെന്താണത്? സന്തു, സോറി സാർ, സോറി. വരൂ പ്രിൻസിപ്പൽ സാറിന്റെ ഓഫീസിലേക്ക്. നന്നാവാൻ പോകുന്നില്ല. മുഫ്തി ചേട്ടന്റെ വാട്ടർ പെൻ ഒരു അടിപൊളി സാധനം തന്നെ.
മിണ്ടു, എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഒറ്റ ഭൂതം പോലും ഇല്ലാന്ന്. എനിക്ക് തരൂ ഈ കണ്ണാടി. ഞാനൊന്നും നോക്കട്ടെ. ഈ ചിണ്ടു ഇത് ഏത് ഭൂതത്തെ കണ്ടത്? ഞാൻ നോക്കിട്ട് കാണാത്ത ഭൂതോ? ഈ മുഫ്തി ചന്ദിന്റെ ഗാഡ്ജറ്റ്സിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. ആ, 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 ആ. ഇതെന്താ വർക്ക് ചെയ്യാത്തത്? അയാളിത് ചെയ്ത് കാണിച്ചതാണല്ലോ. ഹ, ഒരു യൂസ്ലെസ് ഗാജറ്റ് ആയിരുന്നു അത്. ടിംബി, കൊണ്ടുപോ ഇവിടെ. ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഇതിനെ ഞാൻ പ്രവർത്തിപ്പിച്ചേ അടങ്ങൂ. ഈ ചിണ്ടുമിണ്ടുവിന്റെ ഒരു കാര്യം. ഏയ് നീയല്ല മിണ്ടു. സുഹേൽ, ഈ റോബോട്ട് ഗോട്ട് മേ മേ എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പോകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ആ മുഫ്തി ചന്ത് എന്ന ഗാഡ്ജറ്റ്സ് ഒന്നിനും കൊള്ളാത്തതാണ്. ഇവിടെ ഇതാണ് അവസ്ഥയെങ്കിൽ വീട്ടില് ഹാപ്പിയുടെ കാര്യം എന്തായിരിക്കും? ഒന്ന് മതിയാക്കിട്ട് ഹാപ്പി. ആ മുഫ്തി ചന്ദിന്റെ ഗാഡ്ജറ്റ്സ് എല്ലാം ഒരു പ്രയോജനം ഇല്ലാത്തതാ. അവൻ നമ്മളെയും സ്കൂളിലെ ബാക്കിയുള്ള കുട്ടികളെയും കൊള്ളയടിക്കായിരുന്നു. നോക്ക്, ആ ഗാഡ്ജറ്റ് കൊള്ളത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഹാപ്പി കാർഡിലും വലിയ വിസിഷൻ ലോകത്തുണ്ടാവില്ല. ഹേ പിന്നാക്കി, ട്രംപറ്റ് നല്ല കുഴപ്പം അത് വായിച്ച ആൾക്കാണ്. എന്തെങ്കിലും ആകട്ടെ, ആരെങ്കിലും ഭൂതങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൂതങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ശരിയാണ് പറഞ്ഞത്. അയാളെ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കേണ്ടി വരും, മീശ പിരിച്ചിട്ട്. കിട്ടിപ്പോയി അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ. അങ്കിൾ സൂരി, അയാൾ ഞങ്ങളെയാണ് പറ്റിച്ചത്, ഞങ്ങളെ. അതുകൊണ്ട് ഞങ്ങൾ തന്നെ അയാളെ ഒരു പാഠം പഠിപ്പിക്കും. ശരിയാണ്, ബട്ട് ബി കെയർഫുൾ. ഡോണ്ട് വറി അങ്കിൾ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ആ മോഡേൺ സിറ്റിയിലെ കുട്ടികളെ ശരിക്ക് പറ്റിച്ചു. ഇനി കാണാം എന്റെ വേറൊരു കഴിവ്. മുഫ്തി ചന്ദ് വീണ്ടും പണക്കാരനാവാൻ പോകുന്നു. മുഫ്തി അങ്കിളുടെ ഒരു ഗാഡ്ജറ്റ്സും വർക്ക് ചെയ്യുന്നില്ല. അതിന് ഞാനെന്ത് വേണം? ഇവിടെ റിട്ടേൺ ഒന്നുമില്ല. ഞാൻ ഒരു തവണ വിറ്റ സാധനം പിന്നെ തിരിച്ചെടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആണല്ലോ, അങ്കിളിന് തീർച്ചയാണോ? അതേലോ. നീ ഇവിടുന്ന് വേഗം സ്ഥലം വിട്, എനിക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ട്. ഇനി ഇയാളുടെ ടോയ്സ് തന്നെ ഇയാൾ ഒരു പാഠം പഠിപ്പിക്കും. എന്താ ഹാപ്പി? അങ്കിൾ, ദേ അങ്കിളുടെ കോട്ട്. അയ്യോ, എന്റെ കോട്ട് എങ്ങോട്ടാണ് പോയത്? കോട്ട് എങ്ങനെയാ വായു നിൽക്കുന്ന? കോട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ആരാണ്? എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. അയ്യോ, ഈ റോബോട്ട് സംസാരിച്ചു തുടങ്ങിയോ? ഇതെന്റെ തന്നെയാ. എന്നെ വിടൂ, എന്നെ വിടൂ, പ്ലീസ്, എന്നെ രക്ഷിക്കൂ. അയ്യോ, എന്നെ വിടൂ.
എന്റെ പൈസ എന്റെ പൈസ എന്റെ പൈസ രൂപ പൈസ പൈസ എന്റെ പറ്റിച്ചൊക്കെ കാണിച്ചതല്ലേ? അങ്കിൾ വേഗം ഓടിക്കോ. ഞങ്ങള് കേട്ടിട്ടുള്ളത് ഭൂതം ഒരു പ്രാവശ്യം പിടിച്ചാ പിന്നെ വിടില്ലെന്നോ. എന്നെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്? അയ്യോ വിടല്ലേ എന്നെ വിടല്ലേ താഴോട്ട് വിടല്ലേ അയ്യോ അപ്പൊ എങ്ങനെയാ ഗാഡ്ജറ്റ്സ് തിരിച്ചടിക്കില്ലെന്നാണോ ഇപ്പോഴും പറയുന്നത്? എടുത്തോളാം എന്നെ എടുത്തോളാം എന്നെ ഒന്ന് വിട്ടാ മതി പ്ലീസ് പ്ലീസ് എന്നെ രക്ഷിക്കോ എന്നെ ഒന്ന് വിട് പ്ലീസ് പ്ലീസ് രക്ഷിക്കണേ ബഹുമാനപ്പെട്ട ഭൂതമേ എന്നെ വെറുതെ വിടണേ ഞാൻ പൊക്കോട്ടെ പ്ലീസ് എന്തു പറ്റി മുഫ്തി അങ്കിൾ? പറക്കുന്നതിന്റെ രസം എങ്ങനെ ഉണ്ടായിരുന്നു? പ്ലീസ് എന്നെ ഈ ഭൂതത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കോ ഞാൻ നിങ്ങൾ കുട്ടികളുടെ എല്ലാ പൈസയും തിരിച്ചു തന്നേക്കാം ഇതാ പിടിച്ചോ ഇതും പിടിച്ചോ ഇതും പിടിച്ചോ ഇന്ന് മുതൽ ആരെയും പറ്റിച്ച് കൊള്ളയടിക്കില്ലെന്ന് അങ്കിൾ ഇപ്പൊ പ്രോമിസ് ചെയ്യണം. എന്താ? ഇല്ല ഇല്ല ഞാൻ ഇനി ആരെയും പറ്റിക്കില്ലെന്ന് ഞാൻ ഇതാ പ്രോമിസ് ചെയ്യാ മിഷൻ അക്കംപ്ലീഷ്ഡ്.